നമസ്കാരം. കാനഡയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ ലിബറൽ പാർട്ടിയുടെ നേതാവായി 2013 അതായത് 11 വർഷം മുൻപ് ജസ്റ്റിൻ ട്രൂഡോ എന്ന ചെറുപ്പക്കാരൻ ചുമതലയേൽക്കുമ്പോൾ കാനഡയ്ക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ലിബറൽ പാർട്ടി അപ്പോഴേക്കും ഏതാണ്ട് 3-ാം സ്ഥാനത്തെത്തിയിരുന്നു. ലിബറൽ പാർട്ടിക്കൊരു ഉണർവുണ്ടാകുമെന്ന് മാത്രമല്ല, വളരെ ചെറുപ്പക്കാരനായ ഒരാൾ പ്രധാനമന്ത്രി കസേരയിലെത്തിയാൽ കാനഡ രക്ഷപ്പെട്ടു എന്നായിരുന്നു കണക്കുകൂട്ടൽ. 2 വർഷം കൊണ്ട് ട്രൂഡോയുടെ നേതൃത്വത്തിൽ ലിബറൽ പാർട്ടിയെ 2015 അധികാരത്തിലെത്തിച്ചു. എന്നാൽ 2ാം തവണ ട്രൂഡോ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. ഇടയ്ക്ക് പാർലമെന്റ് പിരിച്ചുവിട്ട് ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് നടത്തി. 1-2 സീറ്റിന് വ്യത്യാസമുണ്ടായി എന്നല്ലാതെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ NDP എന്ന് പറയുന്ന ഒരു സിഖ് നേതാവ് തലവനായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെയായിരുന്നു ഭരണം. അതുകൊണ്ട് തന്നെ കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട ഗതികെട്ട സർക്കാരായി ട്രൂഡോയുടെ 3ാം തവണത്തെ ഭരണം. 2025 ഒക്ടോബർ വരെ ട്രൂഡോയ്ക്ക് കാലാവധി ഉണ്ടെങ്കിലും ഏതാണ്ട് 1 വർഷം മുമ്പ് ട്രൂഡോ രാജിവെച്ചൊഴിഞ്ഞു. വലിയ തോതിൽ ജനവിരുദ്ധ വികാരം ട്രൂഡോയ്ക്കെതിരെ ഉണ്ടാവുന്നു. ഏറ്റവും ഒടുവിൽ വന്ന അഭിപ്രായ സർവേയിൽ ട്രൂഡോയുടെ റേറ്റിംഗ് 20% താണു. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയെ കാത്തിരിക്കുകയാണ് ട്രൂഡോയുടെ പാർട്ടി എന്ന് വ്യക്തമായി. ഇതോടെ പാർട്ടിക്കുള്ളിലും വിമതർ ശക്തി പ്രാപിച്ചു. പാർട്ടിക്കുള്ളിൽ ട്രൂഡോയ്ക്കെതിരെ മുറവിളി ഉയർന്നു. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണയും പിൻവലിച്ചു. അങ്ങനെ ന്യൂനപക്ഷ സർക്കാരായി മാറിയ ട്രൂഡോ ഇന്നലെ മനസ്സോടെ രാജി പ്രഖ്യാപിച്ചു. ഇനി ലിബറൽ പാർട്ടിക്ക് പുതിയൊരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ ഒരുപക്ഷെ കാവൽ സർക്കാരായി തുടരേണ്ട സാഹചര്യമുണ്ടാവും. വേണമെങ്കിൽ ആ നേതാവിന് പ്രധാനമന്ത്രിയെ തുടരാം. പക്ഷേ പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനാണ് സാധ്യത. അങ്ങനെ വന്നാൽ കൺസർവേറ്റീവ് പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് കണക്കാക്കുന്നു. വാസ്തവത്തിൽ ട്രൂഡോയുടെ ഈ വലിയ വീഴ്ചയ്ക്ക് പിന്നിൽ മോദിയും ട്രംപും നിർണായകമായ ഘടകമാണ്. ഇന്ത്യയോടും മോദിയോടും പിണങ്ങിയതാണ് ട്രൂഡോയുടെ നാശത്തിൻ്റെ പ്രധാന കാരണം. പണ്ട് മുതലേ ജനാധിപത്യത്തിൻ്റെ പേരിൽ കാനഡ എന്ന രാജ്യം ഭീകരരോട് വിട്ടുവീഴ്ചയുള്ള സമീപനമാണ് എടുക്കുന്നത്. 1985 ഇന്ത്യയുടെ ശക്തമായ മുന്നറിയിപ്പുണ്ടായിട്ടും അവഗണിച്ചതുകൊണ്ടാണ് എയർ ഇന്ത്യയുടെ വിമാനം ഭീകരർ വീഴ്ത്തി 329 പേരെ കൊന്നുതള്ളിയത്. ആ കൊലപാതക കേസിലെ പ്രതികളെയൊക്കെ രക്ഷിച്ചെടുക്കാൻ കാനഡ നടത്തിയ ശ്രമം ഇന്ത്യയെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. ആ പോളിസിയിൽ വലിയ മാറ്റമൊന്നും കാനഡ എടുത്തിട്ടില്ലെങ്കിലും ഇന്ത്യയും കാനഡയും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമാണ് മുമ്പോട്ട് പോയത്. എന്നാൽ ട്രൂഡോ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ബന്ധം വഷളായി. അതിന് പ്രധാനപ്പെട്ട കാരണം ജഗ്മീത് സിംഗ് എന്ന സിഖുകാരൻ നേതാവായിരിക്കുന്ന NDPയുടെ പിന്തുണയ്ക്ക് വേണ്ടി എല്ലാ വൃത്തികേടുകൾക്കും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കും ട്രൂഡോ അനുകൂലമായി നിന്നു എന്നതാണ്. 10 ലക്ഷത്തിൽ താഴെ മാത്രം വരുന്ന സിഖ് വോട്ടർമാരെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരിൽ ഭൂരിഭാഗവും ഭീകരവാദികൾക്കും ഖാലിസ്ഥാനും എതിരാണ്. ഖാലിസ്ഥാൻ തീവ്രവാദത്തിന് കുടപിടിക്കുകയായിരുന്നു ട്രൂഡോ ഭരണകൂടം. ഇന്ത്യ പലതവണ മുന്നറിയിപ്പ് നൽകി. ഭാരതത്തെ വിഭജിച്ച് മറ്റൊരു രാഷ്ട്രമുണ്ടാക്കുന്നതിന് വേണ്ടി കാനഡ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആഗോള ഗൂഢാലോചനയോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന ഇന്ത്യയുടെ നിലപാട് ട്രൂഡോ തള്ളിക്കളഞ്ഞു. അതിലേക്ക് തുടർച്ചയായി ഒടുവിൽ ഭീകരന്മാരെ കാനഡയുടെ മണ്ണിൽ കയറി വധിക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യ മാറി. വാൻകൂവറിൽ വെച്ച് സിഖ് ഭീകരനായ ഹർദീപ് സിംഗ് നിജാറിനെ വധിച്ചത് ഇന്ത്യൻ ഏജന്റുമാരാണ് എന്ന് ട്രൂഡോ പരസ്യമായി വിമർശനം ഉന്നയിച്ചു. ഇന്ത്യ വിസമ്മതിച്ചെങ്കിലും കാനഡ ഇന്ത്യക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. അതോടുകൂടി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ത്യ ഏതാണ്ട് ശത്രു രാജ്യമായി കാനഡയും ട്രൂഡോയെ ശത്രുവായി ഇന്ത്യയും പ്രഖ്യാപിച്ചു. ട്രൂഡോ G20 മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ ഭരണാധികാരികൾ സംസാരിക്കാൻ പോലും വിസമ്മതിച്ചു. വിമാനം കേടായി 2-3 ദിവസം ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നിട്ടും ഇന്ത്യൻ ഭരണാധികാരികൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ ഇന്ത്യയോട് മല്ലിട്ട് മുമ്പോട്ട് പോയ ട്രൂഡോയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അമേരിക്കയിൽ ട്രംപിൻ്റെ 2ാം വരവ്. ആദ്യം ട്രംപ് അധികാരത്തിലേറിയപ്പോൾ തന്നെ ട്രൂഡോയുമായി ഉടക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രൂഡോ കടുത്ത ട്രംപ് വിരുദ്ധനുമായിരുന്നു. ട്രംപ് അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ കാനഡയ്ക്കിട്ട് പണി കൊടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. നിവൃത്തികെട്ട ട്രൂഡോ ട്രംപിൻ്റെ വീട്ടിൽ ചെന്ന് കാലിൽ പിടിച്ച് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ കാനഡ പിരിച്ചുവിട്ടിട്ട് അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായിക്കോളൂ, ആ സംസ്ഥാനത്തിൻ്റെ ഗവർണറാക്കാം എന്ന വാഗ്ദാനമാണ് ട്രംപ് നൽകിയത്. ഈ ട്രംപിൻ്റെ ഈ വാഗ്ദാനം കാനഡയ്ക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ഇതോടെ കാനഡിയൻ ജനതയുടെ ഏറ്റവും വെറുക്കപ്പെട്ട നേതാവായി മാറി ട്രൂഡോ. ഇന്ത്യയോടുള്ള ശത്രുതയും ട്രംപുമായിട്ടുള്ള ഭിന്നതയും ട്രൂഡോയുടെ മുമ്പിൽ എല്ലാ വഴികളും അടച്ചു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒടുവിൽ ട്രൂഡോ രാജിവെച്ചു പോകുന്നു. ട്രൂഡോയുടെ രാജി
മോദിയുടെയും ട്രംപിന്റെയും വിജയമാണ്. കാനഡയുടെ മുമ്പിൽ ഇനി അധിക വഴികളില്ല എന്നതാണ് വാസ്തവം. സമാനമായ സാഹചര്യമാണ് ഇറാനിലും ഉണ്ടാവുന്നത്. ഇന്ത്യയുമായി തരക്കേടില്ലാത്ത ബന്ധമാണ് ഇറാൻ സൂക്ഷിക്കുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഇറാന് തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇറാന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ബൈഡനെ പോലുള്ളവർ അത് ചെയ്യാത്തത് കൊണ്ട് തരക്കേടില്ലാതെ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്ത് ഇറാൻ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുന്നത്. താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് എല്ലാ പ്രശ്നങ്ങളും തീർത്തേക്കണം, അതാണ് നല്ലതെന്ന് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തതോടെ ഇറാന് നിൽക്കക്കളിയില്ലാതായി. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ നാഥനില്ലാ കളരിയായി മാറി. ഇറാനെ നേരിട്ട് ഇസ്രായേൽ ആക്രമിക്കാൻ അവസരം കാത്തിരിക്കുന്നു. ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടേക്കും എന്ന പേടി ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയെ ധൃതി പിടിച്ച് ഇന്ത്യയിലേക്ക് അയച്ചത്. മോദി ട്രംപിനോടും നെതന്യാഹുവിനോടും പുലർത്തുന്ന ആത്മബന്ധം ഉപയോഗിച്ച് ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. ഇന്ത്യയുടെ സഹായത്തോടെ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലൂടെ തടി കേടാവാതെ നോക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇറാൻ ഇപ്പോൾ. അതെ, മോദിയും ട്രംപും ചേർന്ന് ഭീകരരുടെ ഉറക്കം കെടുത്തിയതോടെ കാനഡയ്ക്ക് പ്രധാനമന്ത്രിയെ നഷ്ടമായി. ഇറാൻ നല്ല പിള്ളയുമാകുന്നു.